പ്രമേയമുള്ളൊരു ചൈനീസ് സിനിമയിൽ ഒരുപാട് ബലമുള്ള ഒരു ഭ്രാന്തൻ രാജാവുണ്ട്. അയാൾ ദിവസത്തിന്റെ എല്ലാ യാമങ്ങളിലും ഭാര്യയ്ക്ക് വേണ്ടി സ്വയം തയ്യാറാക്കിയതെന്ന് പറയുന്ന മരുന്ന് കൊടുത്തുവിടും. സത്യത്തിൽ അത് വിഷമാണ്. ഒരുപാട് ദാസിമാരുടെ അകമ്പടിയിൽ വൃന്ദവാദ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ പാട്ട് മുഴങ്ങുന്ന നേരത്ത് ഓരോ യാമത്തിലും ഈ വിഷം മരുന്നെന്ന രൂപത്തിൽ രാജ്ഞിയുടെ അടുക്കിലെത്തും. എന്നിട്ട് ഇയാൾ അവരെ നിർബന്ധിച്ച് ആ വിഷം കഴിപ്പിക്കും. സിനിമയുടെ അന്ത്യത്തിൽ ഈ രാജ്ഞി രാജാവിനോട് പറയുന്നുണ്ട്, ഇത്രയും നാൾ അല്പാൽപമായി നിങ്ങൾ തന്നുവിട്ടത് വിഷമാണെന്നറിയാം, എന്നിട്ടും ഗതിയില്ലാത്തതുകൊണ്ട് അത് കുടിച്ചതാണ് ഞാൻ. എനിക്കറിയാം നിങ്ങളെങ്ങനെ ഇഞ്ചിഞ്ചായി എന്നെ സ്നേഹഭാവേന കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. പ്രിയപ്പെട്ടവരെയും നമ്മളാരും വിഷം നിറച്ച പാനപാത്രങ്ങൾ ഏന്തി നടക്കുന്നില്ലെങ്കിലും വിഷം നിറച്ചു വെച്ച വാക്കുകൾ കൊണ്ട് ആളുകളെ കുത്തി മുറിവേൽപ്പിക്കുന്ന സ്വഭാവമുള്ളവരാണ് നമ്മൾ. ഇന്ന് നമുക്ക് ഒരുതരം സാഡിസ്റ്റ് മനോഭാവത്തോടുകൂടി വാക്കുകൾ കൊണ്ട് ആളുകളെ കുത്തി പരിക്കേൽപ്പിക്കുന്ന രീതികളെ കുറിച്ച് ഒന്ന് ധ്യാനിക്കാൻ ശ്രമിച്ച് നോക്കാം. ആദിയിൽ വാക്കുണ്ടായിരുന്നു, വാക്ക് ദൈവത്തോടു കൂടിയായിരുന്നു, വാക്ക് ദൈവമായിരുന്നു, പിന്നെ വാക്ക് മാംസമായി രൂപം ധരിച്ചു. ഇങ്ങനെയാണ് യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുക. വാക്ക് ദൈവത്തിന്റെ നിശ്വാസമാണ്. ഈ നിശ്വാസം ഇറങ്ങി ഒഴുകിയ ആളുകളുടെ ജീവനിൽ തൊട്ടെടുക്കണം. നമ്മുടെ വാക്ക് കത്തികൾ പോലെ ആളുകളെ പല കഷണങ്ങളായി നുറുക്കി പിന്നെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നവയാണോ എന്നൊന്ന് ചിന്തിക്കണം. യഹൂദർ ഇങ്ങനെ പറയാറുണ്ട്, വാക്ക് നമ്മുടെ നാവ് ചുട്ടുപഴുത്ത ഏതോ ഒരു ആയുധം പോലെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ തണുപ്പിക്കാൻ വേണ്ടി ഉമിനീർ പുഴയിൽ ദൈവം മുക്കിയിട്ടിരിക്കുകയാണ്. ഇനി ഇതിങ്ങനെ പുറത്തേക്ക് ചാടി വരാതിരിക്കുവാൻ വേണ്ടി പല്ലുകളുടെ ചുറ്റക്കോട്ടകൾ കെട്ടി ദൈവം സംരക്ഷിച്ചിരിക്കുകയാണ്. എന്നിട്ടും വാക്ക് പുറത്തേക്ക് നാവിൽ നിന്നും പുറത്തേക്ക് വന്നു പോകുന്നു. അങ്ങനെ വന്നു പോകുമ്പോൾ നാശം വിതറുന്നു. നാശം വിതറുന്ന നാക്ക് നമുക്കുണ്ടോ എന്ന് ചോദിക്കുന്നത് നന്നായിരിക്കാം. ഇനി ഗ്രീക്കുകാർ ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾ ആരെക്കുറിച്ചെങ്കിലും മോശം പറയും മുമ്പ് 3 ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കണം. 3 കോട്ടകളിലൂടെ കടന്നു പോകുന്ന പോലെയാണ്. 1, ഇത് ആവശ്യമാണോ പറയേണ്ടത്? 2, പറയുന്നത് സത്യമാണോ? 3, സത്യമാണ്, ആവശ്യമാണ് ചങ്ങാതി. എന്നാൽ 3ാമത്തെ ചോദ്യം, ഇത് കരുണയോടുകൂടിയാണോ ചെയ്യുന്നത്? ഈ 3 ചോദ്യം ചോദിച്ചിട്ട് മാത്രമേ അർദ്ധസത്യങ്ങളും അസത്യങ്ങളും ഒക്കെ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത് സത്യമാണ്. നമുക്കിത് നമ്മുടെ വാക്കുകളിലേക്കൊന്ന് കണ്ടു നടാം. ഒന്നാമത്തേത്, നമ്മൾ മറ്റൊരാളെ കുറിച്ച് വിധിവാചകം പറയുമ്പോൾ അത് ആവശ്യമായിരുന്നു, പറയേണ്ടത് ആവശ്യമായിരുന്നു. ചില നേരങ്ങളിൽ പ്രിയപ്പെട്ടവരെ വാക്കുകളിലെ പൊഴിയും പോലെ പൊഴിഞ്ഞങ്ങ് വീഴുകയാണ്. എന്റെ ചങ്ങാതി, ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഏറ്റവും അധികം റിഗ്രറ്റ് ചെയ്തത് ആവശ്യമില്ലാത്തിടത്ത് ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് അകത്തും പുറത്തും ഇരുട്ട് പരത്തിയതിനെ കുറിച്ചാണ്. അത് നിങ്ങളങ്ങ് ചിന്തിച്ചിട്ടുണ്ട്? ഇടയ്ക്കെങ്കിലും ബഷീറിന്റെ ഭാഷ കടമെടുത്തു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത പറഞ്ഞ വെടക്ക് നേരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. വെറുതെ കുറ്റപ്പെടുത്തി വെറുതെ അതൊക്കെ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വെനമസ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന പേഴ്സണാലിറ്റി ഉണ്ട്. അതായത് ചില ആളുകളുടെ ഉള്ളിൽ ഇങ്ങനെ വിഷം ഊറിക്കിടക്കുകയാണ്. ഹിന്ദുമോൻ ജോക്കിൽ ഭാര്യയെ പാമ്പ് കടിച്ചു എന്ന് ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭർത്താവ് യാതൊരു ദുഃഖവുമില്ലാതെ പറയുന്നത്, അത് കുഴപ്പമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് പാമ്പ് വരാറുണ്ട്, റീചാർജ് നടത്താൻ വേണ്ടി വരികയാണ്. ഇപ്പോൾ റീചാർജ് നടത്തുവാൻ തക്ക വിധത്തിൽ അത്രയ്ക്ക് വിഷമുള്ള വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ സ്വയം ചോദിക്കണം, എന്റെ ഉള്ളിൽ വിഷം നിലനിൽക്കുകയാണോ? എനിക്ക് പരിചയമുള്ളൊരു സുഹൃത്തുണ്ട്, അയാൾ അടുത്തറിയാവുന്നവരൊക്കെ ചേർന്ന് അയാളെ കുറിച്ചൊരു കഥ പറയാറുണ്ട്. ഇയാളുടെ ഉള്ളിൽ ഒരുപാട് വിഷമുള്ള മനുഷ്യനാണ്. വാക്കൊക്കെ വിഷമായിട്ട് മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. ഒരു ദിവസം ഇയാൾ കാട്ടുവഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഉക്കൽ വിഷമുള്ള ഒരു അണലിപ്പാമ്പ് വന്ന് ഇയാളെ കടിച്ച മാത്രയിൽ തന്നെ എന്റെ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട്
ആണലി പാമ്പ് ചത്തു വീണത്രേ, ഹൃദയം പൊട്ടി. കാരണം പാമ്പ് തീണ്ടുന്നതിനപ്പുറത്തേക്കുള്ള വിഷം ഇയാളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് വിഷം തീണ്ടി പാമ്പ് ചത്തുപോയത്രേ. ഇങ്ങനെയുള്ള വെനാമസ് പേഴ്സണാലിറ്റികൾ ഉണ്ടെങ്കിൽ അവർ ഒരാവശ്യവുമില്ലാതെ ഒരുപാട് നുണവാക്കുകൾ അല്ലെങ്കിൽ പൊളിവാക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ആദ്യത്തെ ചോദ്യം ചോദിക്കണം, ഞാൻ മറ്റൊരാളെ കുറിച്ച് വെറുതെ അത് പറയുമ്പോൾ ആവശ്യത്തിനാണോ ഇങ്ങനെയൊക്കെ പറയുക? ഇനി ആവശ്യത്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, അടുത്തൊരു ചോദ്യമുണ്ട്, പറയുന്നത് സത്യത്തിൽ സത്യമാണോ? പ്രിയപ്പെട്ടവരെ, പരിക്കേൽപ്പിക്കുന്ന വാക്കുകൾ പലപ്പോഴും അർദ്ധസത്യങ്ങളോ അസത്യങ്ങളോ തന്നെയാണ്. തിരിച്ചറിയുക, പരിക്കേൽപ്പിക്കുന്ന വാക്കുകൾ പലപ്പോഴും അർദ്ധസത്യങ്ങളോ അസത്യങ്ങളോ ആണ്. അത് തിരിച്ചറിയണം. ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ കുട്ടി ഒരു തെറ്റ് ചെയ്തു, ഒരു വലിയ മണ്ടത്തരം ചെയ്തു, നിങ്ങൾ അവനെ മണ്ടനെന്ന് വിളിക്കുന്നു. ആ വാക്ക് അസത്യമാണ്. അവൻ മണ്ടനല്ല. മണ്ടത്തരം ചെയ്ത കുട്ടിയെ മണ്ടനെന്ന് എന്തിനു വിളിക്കണം? അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി ഒരു പ്രോബ്ലത്തിലായി, അവനൊരു പ്രോബ്ലമാണെന്ന് പറയരുത്. അതൊരു നുണയാണ്, അതൊരു അസത്യമാണ്. ആ വാക്ക് അവന്റെ ജീവിതത്തെ വല്ലാതെ തകർത്തുകളയും. ഒരുപാട് ബുദ്ധിയുണ്ടായിട്ടും ഒരു നല്ല കാര്യവും ചെയ്യാനാവാത്ത വിധത്തിൽ കെൽപ്പ് കുറഞ്ഞു പോയ ഒരു യുവാവിനോട് പറയുന്നു, ചെറുപ്പം മുതൽ ഓർമ്മ വെച്ച നാളു മുതൽ മണ്ടൻ 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 എല്ലാവരും വിളിച്ച് ഇവൻ ഞാൻ സ്വയം ചിന്തിക്കുന്ന ഞാനൊരു മണ്ടനാണെന്നാണ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവന്റെ അപ്പന്റെയും അമ്മയുടെയും ഒക്കെ അർത്ഥസത്യങ്ങളാർന്ന വാക്കുകൾ വല്ലാത്തൊരു ശാപം കണക്കി അവനെ പൊതിയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കൾ നിങ്ങളിൽ നിന്ന് വന്നു എന്ന് പറയരുത്. ദൈവത്തിൽ നിന്ന് നിങ്ങളിലൂടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവനെ മണ്ടനെന്നും പൊട്ടനെന്നും വിളിക്കരുത്. അതൊരു സത്യമല്ല. ആ അസത്യത്തിന്റെ വാക്കുകൊണ്ട് നിങ്ങൾ ആ കുട്ടിയുടെ ജീവിതത്തെ മൊത്തം ഇരുട്ടിലേക്ക് എടുത്തെറിയുകയാണ്. മദർ തെരേസയോടൊപ്പം താമസിക്കുന്ന നേരത്ത് ഒരു പെൺകുട്ടിയെ അവരുടെ കോൺവെന്റിൽ നിന്ന് പറഞ്ഞു വിടുവാനുള്ള ഒരു തീരുമാനമായി. മറ്റു സിസ്റ്റേഴ്സ് എല്ലാം ചേർന്ന് മദർ തെരേസയുടെ അവസാന വാക്കിന് വേണ്ടി ചോദിക്കുന്നു. മദർ തെരേസ ആ പെൺകുട്ടിയുമായി അല്പനേരം സംസാരിക്കാൻ വാതിലയുടെ ചകത്തിരുന്നു. പിന്നെ വാതിൽ തുറന്ന് സൗമ്യദീപ്തമായ കപ്പേളപ്പള്ളി പോലെ മദർ തെരേസ പുറത്തേക്ക് വരുന്നു. എന്നിട്ട് വളരെ ശാന്തമായ സ്വരത്തിൽ മദർ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ അവളെ പറഞ്ഞു വിടുന്നില്ല. അവരൊക്കെ ചോദിച്ചു, അതെന്താണ്? പിന്നീടുള്ള അവരുടെ വാചകം അതാണ് ധ്യാന വിഷയമാകേണ്ടത്. അവൾ പറഞ്ഞു പതിഞ്ഞ സ്വരത്തിൽ, ഷി മെയ്ഡ് എ മിസ്റ്റേക്ക് ബട്ട് ഷീ ഈസ് നോട്ട് എ മിസ്റ്റേക്ക്. ഇതൊരു വലിയ തത്വമാണ്. ഷീ മെയ്ഡ് എ മിസ്റ്റേക്ക് ബട്ട് ഷീ ഈസ് നോട്ട് എ മിസ്റ്റേക്ക്. അവൾ ഒരു മിസ്റ്റേക്ക് ചെയ്തു, പക്ഷെ അവളൊരു മിസ്റ്റേക്ക് അല്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ചില നേരത്ത് ഒരാളൊരു തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ എക്സാജറേറ്റ് ചെയ്ത് അയാളതൊരു മിസ്റ്റേക്ക് ആണെന്ന മട്ടിൽ നമ്മൾ പറയുന്നത് കേട്ട വ്യക്തിയുടെ ഹൃദയം ഒടിഞ്ഞു പോകുന്നുണ്ട്. അയാളുടെ ജീവിതം മൊത്തത്തിൽ കാറ്റെടുക്കപ്പെട്ട പോലെയായി മാറിപ്പോകുന്നുണ്ട്. കാറ്റെടുക്കപ്പെട്ട പോലെ ഒരാളുടെ ജീവിതം ഉലഞ്ഞു പോയി കഴിയുമ്പോൾ പിന്നെ സോറി എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പറയുന്ന കാര്യം സത്യമാണോ എന്ന് ചോദിക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമത്തേത്, നിങ്ങൾ പറയേണ്ടത് ആവശ്യമായിരുന്നു, സത്യമായിരുന്നു. പക്ഷെ മൂന്നാമത്തെ മഹത്തായ ഒരു ചോദ്യമുണ്ട്, ഈ പറയുന്ന കാര്യം കരുണാർദ്രമാണോ? നിങ്ങൾ കരുണയോടുകൂടിയാണോ ഒരാളെ കുറിച്ച് കുറ്റം പറഞ്ഞത്? അതല്ല എങ്കിൽ നിങ്ങൾ അയാളുടെ ജീവിതത്തെ നശിപ്പിക്കുകയാണ് ചെയ്തത് എന്ന് എന്റെ ചങ്ങാതി തിരിച്ചറിയുക. കരുണാർദ്രമാണോ നമ്മുടെ പലപ്പോഴുള്ള വാക്കുകൾ? വ്യാകുല പിതാവിനെ പോലെ ഒരാൾ പള്ളിയിലിരിക്കുന്നു. അയാളിങ്ങനെ സ്വയം തപിച്ച് മെഴുകുതിരി പോലെ ഉരുകിയിരിക്കുകയാണ്. അയാൾ അടുത്തു നിന്നപ്പോൾ അയാളൊരു ചോദ്യം, കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഹൃദയം പൊട്ടിയൊരു ചോദ്യമാണ്, എന്താണ് അച്ഛൻ ജീവിതം? അയാൾ പറഞ്ഞു തുടങ്ങുകയാണ്, മകന് ബ്രാൻഡഡ് വസ്ത്രങ്ങളേ വേണ്ടു. അവൻ എപ്പോഴും അതിനു വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എപ്പോഴെങ്കിലും ബ്രാൻഡഡ് ക്ലോത്ത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു തവണ പറഞ്ഞു, മോനെ പൈസയില്ലടാ. എപ്പോഴെങ്കിലും ചോദിച്ചാൽ ഉടൻ തന്നെ മകൻ അപ്പനോടൊരു ചോദ്യം, പപ്പാന്ന് പറഞ്ഞ് നടക്കണെന്തിനാണ്? ഒന്നും തരാതെ എന്തിനിങ്ങനെ പപ്പാന്ന് പറഞ്ഞ് നടക്കുന്ന ചത്തൂടെ പപ്പയ്ക്ക്? ഇയാൾ വേഗല പിതാവിനെ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്റെ മോൻ ഇങ്ങനെ പറഞ്ഞല്ലോ, അവനെ വളർത്തിയത് ഞാനാണ്, നെഞ്ചോട് ചേർത്തത് ഞാനാണ്, ഇപ്പോൾ കാലിനും കൈക്കും ബലം കൊടുത്തത് ഞാനാണ്, എന്നിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞു പോയല്ലോ. അയാൾ ചോദിക്കുകയാണ്, കരുണാർദ്രതയില്ലായ്മയാണ്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹം നടന്നപ്പോൾ ഭാര്യ പെട്ടെന്ന് ദേഷ്യം വന്ന് പറഞ്ഞു, നിങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് വന്ന ആ നിമിഷം മുതൽ എനിക്ക് ദുരിതമാണ്. ആ
സത്യമാണ്, എക്സാജറേഷൻ ആയിരുന്നു. പക്ഷെ ഇയാളുടെ ഹൃദയത്തിൽ അത് തറച്ചു കയറി. ഒരാൾക്ക് ദുരിതം വിതച്ച കാറ്റ് പോലെ ഞാനിങ്ങനെ വീശിപ്പോയല്ലോ തമ്പുരാനെ എന്നാൽ ചോദിച്ചു കാണണം. അയാൾ വീട് വിട്ടിറങ്ങി. പിന്നെ മെല്ലെ കാറ്റ് കെട്ടിറങ്ങുന്ന പോലെ അയാൾ ജീവിതവും അവസാനിപ്പിച്ചു. ഇയാളുടെ മൃതദേഹം കിടത്തിയിരിക്കുന്നിടത്ത് വന്നിട്ട് ഭാര്യ പറയുന്നത് കേട്ടു, വെറുതെ പറഞ്ഞതല്ലേ, വെറുതെ പെട്ടെന്ന് പറഞ്ഞു പോയതല്ലേ, ഇങ്ങനെ ക്രൂരത കാട്ടണമായിരുന്നു എന്നോട്. അവളിങ്ങനെ ജീവിതകാലം മുഴുവൻ പറഞ്ഞെന്ന് വരാം. പക്ഷെ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ക്രൂരത കൂടിക്കൂടി വരുന്നതും മൂർച്ച കൂടിക്കൂടി വരുന്നതും വാക്കത്തിയായി മാറുന്നതും നമ്മൾ തിരിച്ചറിയുന്നില്ല. ചില നേരങ്ങളിൽ ശാപവാക്കുകളൊക്കെ പറയാറുണ്ട്. ശാസ്ത്രം പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, ഒരു പദം ഉച്ചരിക്കുമ്പോൾ തന്നെ ആ പദം ഒരു പ്രപഞ്ചം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇത് വാക്കല്ല, ഇത് ശാസ്ത്രത്തിന്റെ തത്വമാണ്. വാക്ക് അത്രയ്ക്കേറെ പവർഫുൾ ആണ്. ശപിക്കുമ്പോൾ പോലും ശാപം ഒരു വൈബ്രേഷൻ ഉണ്ടാക്കുകയും ആ വൈബ്രേഷൻ ഒരുവന്റെ ജീവിതത്തിന്റെ ഗതിയെ മൊത്തം മാറ്റുകയും ചെയ്തേക്കാം. എത്ര വട്ടമാണ് മക്കളെയൊക്കെ ശപിക്കുന്നത്. ഒരമ്മ വളരെ വിജയിച്ചവളെ പോലെ പറയുന്നു, മകനോടും മരുമകളോടും ദേഷ്യം ഇരച്ച് കയറുന്ന സമയത്ത് മകനെ വീട്ടിൽ നിന്ന് മാറ്റി പുറത്താക്കി. എന്നിട്ട് പറഞ്ഞു, അമ്മയെ വിഷമിച്ചതല്ലേ, നീ ചത്തൊടുങ്ങി പോവോടാ പെട്ടെന്ന്. അമ്മ ചതിച്ചിട്ടാണോ എന്തോ അയാൾ ആക്സിഡന്റിൽ മരിക്കുകയും ചെയ്തു. അപ്പോഴും അമ്മയല്ലാതായി മാറിക്കൊണ്ട് പറയുന്നു, പെറ്റമ്മയുടെ ഹൃദയം നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇരിക്കുമെന്ന്. ഇവിടെ ഒരു ഹൃദയത്തിൽ നിന്നും കരുണയില്ലായ്മ കരകവിഞ്ഞൊഴുകി മനുഷ്യനെ മുഴുവൻ മുക്കിക്കൊല്ലുകയാണ്. പ്രിയപ്പെട്ടവരെ, വാക്കുകളൊക്കെ സൂക്ഷിച്ചേ ഉപയോഗിക്കാവൂ. ഇനി കരുണയുണ്ടെങ്കിൽ നമ്മൾ ചില നുണകൾ പോലും കൃപ നിറഞ്ഞ നുണയാക്കി മാറ്റും. ചില നേരങ്ങളിൽ ചില നുണകൾക്ക് സത്യത്തിന്റെ വെട്ടമുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും ഒരാള് രാവിലെ മുതൽ പണിയെടുത്ത് ഭക്ഷണം തയ്യാറാക്കി അതിഥികളുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് അത് വെച്ചു തന്നു. അപ്പോൾ ഒരുപക്ഷെ ആ ഭക്ഷണത്തിന് ഒട്ടും രുചിയുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ നുണ പറയും, സ്നേഹമുള്ളവർ, നന്നായിരിക്കുന്നു, വളരെ നന്നായിരിക്കുന്നു. പക്ഷെ സത്യമേ പറയുമെന്ന് ശഠിച്ച ചില ഹൃദയമില്ലാത്ത മനുഷ്യർ ആ പാവപ്പെട്ട ആളുടെ ഇത്രയും നേരത്തെ അധ്വാനം മറന്നുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്തിനു കൊള്ളാം. അത് പറയുമ്പോൾ പ്രിയപ്പെട്ട സത്യം പറയുന്നവരെ നിങ്ങൾ സത്യമല്ല പറഞ്ഞത്, നിങ്ങൾ നുണയാണ് പറഞ്ഞത്. കാരണം ആ വ്യക്തിയുടെ ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രകാശത്തെ മുഴുവൻ കെടുത്തി കളയുന്ന വിധത്തിൽ നിങ്ങൾ ഒരു സത്യത്തിന്റെ വെട്ടം കൊണ്ട് ഇരുട്ടുണ്ടാക്കി. അതിന് നുണയടി കിട്ടുന്നാണ് പറയേണ്ടത്. പ്രിയപ്പെട്ടവരെ, കരുണ വേണം. ഇനി സ്വയം ചോദിക്കുക, നമ്മളൊക്കെ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ കരുണയോടുകൂടിയാണോ ഓരോ വാക്കും എടുത്തുപയോഗിക്കുക? ദൈവം തന്ന വാക്ക് ശാപമാകാം. ശാപമാക്കി മാറ്റുന്നത് അത് വരമാകുന്നതിൽ നിന്ന് നമ്മൾ പിന്തിരിപ്പിക്കുമ്പോഴാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വാക്ക് ദൈവത്തിന്റെ നിശ്വാസമാക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് പഠിച്ചെടുക്കുക. ഒരു കാര്യം പറയും മുമ്പ് അത് ആവശ്യമാണോ, അത് സത്യമാണോ, അത് കരുണാർദ്രമാണോ എന്ന് ഞാനും നിങ്ങളും ചോദിച്ചുകൊള്ളണം. ഇനി വീണ്ടും ആവർത്തിക്കുകയാണ്, വാക്ക് കത്തിക്കൊണ്ട് ഇനി ആരെയും കുത്തിക്കൊല്ലരുത്. മനുഷ്യർക്ക് വേണ്ടതിലധികം ദുഃഖങ്ങളുണ്ട്. എന്റെ വാക്ക് കത്തിക്കൊണ്ട് വീണ്ടും ആളുകളെ പല കഷ്ണങ്ങളാക്കി നുറുക്കി പിന്നെ മുറിവിലേക്ക് ഏതൊക്കെയോ വിഷാംശവും തുടച്ചു വെച്ചിട്ട് ഞാൻ സന്തോഷിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് വാക്കിനെ ദൈവത്തിന് വിശ്വാസമാക്കി നാം മാറ്റാം. ആമേൻ. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഉപകാരസ്മരണയായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. കൃപാനിധിയായ ദൈവമേ, ക്ലേശിതരും രോഗാതുരരും നിസ്സഹായരുമായ അനേകം അംഗദാസനായ വിശുദ്ധ ദോനിസിന്റെ പക്കൽ ഓടിയണയുന്ന അങ്ങ് കാണുന്നവല്ലോ. അവർ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥ ശക്തി വഴി ഹൃദയ സമാധാനവുമായ ആരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ചെങ്കിൽ നന്ദി പ്രകാശിപ്പിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന് അനുഗ്രഹം നിങ്ങളിൽ വന്നു നയിക്കുകയും നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും എന്നും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.